മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി.എം. സലീമിന്റെ മരുമകൻ MDMA-യുമായി പിടിയിൽ. കുമാരമംഗലം പെരിമ്പള്ളിച്ചിറ സ്വദേശി റസിൻ ഫാമി സുൽത്താനാണ് പിടിയിലായത്. മുൻ ഇടുക്കി DCC പ്രസിഡന്റ് റോയി കെ പൗലോസ് പ്രസിഡന്റായ തൊടുപുഴ കാർഷിക വികസന ബാങ്കിലെ ഇയാളുടെ നിയമനം മുസ്ലിം ലീഗിൽ വലിയ പൊട്ടിത്തെറിക്ക് കാരണമായിരുന്നു. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി.എം. സലീമിന്റെ മകളുടെ ഭർത്താവ് റസിൻ ഫാമി സുൽത്താനാണ് തൊടുപുഴ പോലീസിന്റെ പിടിയിലായത്. ഇയാളിൽ നിന്ന് 34 ഗ്രാം MDMA പിടികൂടി. ഇയാൾ കുറേ നാളുകളായി പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ഇത്തവണ വിൽപ്പന ഉദ്ദേശത്തോടുകൂടി 60 ഗ്രാം MDMA-യാണ് ഇയാൾ എറണാകുളം സ്വദേശിയിൽ നിന്ന് വാങ്ങിയത്. 25 ഗ്രാമോളം വിൽപ്പന നടത്തി. ബാക്കിയുണ്ടായിരുന്ന 34 ഗ്രാമുമായാണ് ഇയാൾ പോലീസിന്റെ പിടിയിലായത്. പുലർച്ചെ 1 മണിയോട് കൂടിയിട്ട്, ഏകദേശം 1 മണി, കറക്റ്റ് ടൈം ഞാൻ കുറിച്ചെടുത്തിട്ടുണ്ട്. 1 മണിയോട് കൂടിയിട്ട് കാർ വരികയും, ഒരു വെളുത്ത കാർ വരികയും, അതിൽ നിന്നും പരിശോധനയിൽ 34 ഗ്രാം MDMA കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റിയാണ്. വാഹനം ഓടിച്ചിരുന്ന വാഹനത്തിനകത്തുണ്ടതും MDMA സൂക്ഷിച്ചിരുന്നതുമായ റസിൻ എന്ന ചെറുപ്പക്കാരനെ നമ്മൾ ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മുൻ ഇടുക്കി DCC പ്രസിഡന്റ് റോയി കെ പൗലോസ് പ്രസിഡന്റായ തൊടുപുഴ കാർഷിക വികസന ബാങ്കിലെ ജീവനക്കാരനാണ് റസിൻ. അനധികൃതമായ ഇയാളുടെ നിയമനം മുസ്ലിം ലീഗിൽ വൻ പൊട്ടിത്തെറിക്ക് കാരണമായിരുന്നു. യൂത്ത് ലീഗിന്റെ ജില്ലാ ഭാരവാഹികൾക്ക് ഈ ജോലി കൊടുക്കാനായിരുന്നു ആദ്യം ലീഗിൽ തീരുമാനമായിരുന്നത്. എന്നാൽ ടി.എം. സലീമും ജില്ലാ പ്രസിഡന്റ് KMA ഷുക്കൂറും ചേർന്ന് അത് അട്ടിമറിച്ച് സലീമിന്റെ മരുമകൻ കൂടിയായ റസിന് ജോലി നൽകുകയായിരുന്നു. റസിന്റെ സ്വഭാവ ദൂഷ്യമടക്കം ചൂണ്ടിക്കാണിച്ച് എതിർവിഭാഗം രംഗത്തു വന്നെങ്കിലും അതിനെയെല്ലാം മറികടന്നാണ് നിയമനം നടത്തിയത്. MDMA-യുമായി റസിൻ അറസ്റ്റിലായതോടുകൂടി ഇടുക്കി ജില്ലയിലെ മുസ്ലിം ലീഗിൽ വൻ പൊട്ടിത്തെറിക്ക് ഇത് കാരണമാകും. കൈരളി ന്യൂസ്, ഇടുക്കി.